ഞാൻ കാനഡയിലോട്ട് വരുന്നതിന് മുന്നേ കാനഡയിലെ പല ഗുണങ്ങളും ഒരു രാജ്യം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ട് അന്ന് കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ കൺസിഡർ ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പൊ പലരും വലിയൊരു കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഫ്രീ ഹെൽത്ത് കെയർ. അപ്പം ഫ്രീ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വലിയ ഇതാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിലും ഇവിടെ വന്നതിന് ശേഷം പലപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നപ്പോഴും എന്റെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച്. ബില്ല് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് കവറായി പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സമാധാനം. ഫ്രീ ഹെൽത്ത് കെയർ എന്ന് പലരും പറയുന്നത് ശരിക്കും ഫ്രീ ഹെൽത്ത് കെയർ ആണ്? ഫ്രീ ഹെൽത്ത് കെയർ അല്ലെന്നാണ് ഞാനല്ല പറയുന്നത്. കാനഡ ഗവൺമെന്റ് തന്നെ അവരുടെ വെബ്സൈറ്റിനകത്ത് ഇതേപോലെ പറയുന്നുണ്ട്. മിത്താണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് അവർ ഈ പറയുന്ന എമൗണ്ട് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യുന്നത് എന്നാൽ എല്ലാം കവർ ചെയ്യൂ, എല്ലാം കവർ ചെയ്യത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ നോവാസ്കോഷ്യ പ്രൊവിൻസിൽ ഡെന്റൽ കവർ ചെയ്യത്തില്ല, ഹോസ്പിറ്റലിന് പുറത്തോട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് കവർ ചെയ്യത്തില്ല, കണ്ണിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കവർ ചെയ്യത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും കവർ ചെയ്യാതെ വരും. റീസെന്റ് എന്റെ ഒരു ക്ലയന്റ് ഇതേപോലെ ഡെന്റൽ കവർ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഡെന്റൽ കവർ ചെയ്യത്തില്ല. അപ്പൊ അവൻ ഇവിടുന്ന് നാട്ടിൽ പോയി ചെയ്യുന്നതാണ് ലാഭം. അപ്പൊ അത്രയ്ക്കും ചിലവ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾക്കിപ്പോ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റൻഷൻ എന്തെങ്കിലും വേണം. ചിലപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് നാട്ടിൽ പോയി നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നു. യുഎസിലോട്ട് പോയി കഴിഞ്ഞാൽ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനത്തുള്ള ഇൻഷുറൻസ് എല്ലാം എൻറ്റയർലി ഡിഫറന്റ് ആണ്. ഇതിനകത്ത് എല്ലാം കവർ ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കെയർ ഇൻഷുറൻസ് നമുക്കിപ്പോൾ ഓരോ പ്രോവിൻസും തരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്താ, ലൈഫ് ഇൻഷുറൻസ് എന്താ, ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് എന്താ, ഡിസബിലിറ്റി ഇൻഷുറൻസ് എന്താ, ട്രാവൽ ഇൻഷുറൻസ് എന്താ, ഇതെല്ലാം ഡിഫറന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. എന്റെ വൈഫിന് തന്നെ ഒരുവാണ് ഇവിടെ വന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു എമർജൻസിയിൽ ഒന്ന് പോയപ്പോൾ മോർ ദാൻ ഏകദേശം $1,000 ആണ് ബില്ല് വന്നത്. ട്രാവൽ ഇൻഷുറൻസ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊവിൻഷ്യൽ ഇൻഷുറൻസ് കിട്ടുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ $1,000 കവറായി. പക്ഷെ ജസ്റ്റ് ഒന്ന് എമർജൻസി പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് ഡോക്ടറിനെ ഒന്ന് കണ്ട് ഒരു 5-6 ഹവേഴ്സ് എന്തായാലും എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആ കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു അരമണിക്കൂർ നടന്നിട്ടുള്ളായിരിക്കും ഫുള്ള് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ. ആ അരമണിക്കൂറിന് $1,000 മുകളിലാണ് ചാർജ് ചെയ്തത്. ഇതിനെ ഓരോന്നിനും ഇതേപോലെ വലിയ വലിയ ബില്ലുകളാണ് വരുന്നത്. അപ്പം ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ കവറേജ് എടുത്തു വെക്കണം.